കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ BCD കോഡ് ഉപയോഗിച്ച് 7 സെഗ്മെന്റ് ഡിസ്പ്ലേനെ എങ്ങനെ വർക്ക് ചെയ്യിക്കാമെന്നാണ് നമ്മൾ കണ്ടത്. ഈ പ്രാവശ്യം നമ്മൾ BCDക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് സ്വിച്ച് അല്ല, പകരം നമ്മളൊരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഓർമ്മയുണ്ട് 4 ഡിജിറ്റ് BCD ബൈനറി കോഡഡ് ഡെസിമൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേനെ കൺട്രോൾ ചെയ്തത്. ഈ കൺട്രോളർ ഡ്രൈവർ IC ഉപയോഗിച്ച്, അതായത് 1 ഞെക്കുമ്പോൾ നമുക്ക് കാണാം 1 ആണ് ഔട്ട്പുട്ട്, 2 ഞെക്കുമ്പോൾ ഔട്ട്പുട്ട് 2, 1 ഞെക്കുമ്പോൾ 3, അങ്ങനെ പോകുന്നു. ഇവിടെ നമ്മൾ സ്വിച്ചിന് പകരം Arduino Uno ബോർഡ് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ സ്വിച്ച് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ Arduino ബോർഡ് പ്ലേസ് ചെയ്യാൻ പോകുന്നു. Arduino ബോർഡ് പ്ലേസ് ചെയ്തു. ഈ Arduino ബോർഡിന് പ്രത്യേകം സപ്ലൈ ഒന്നും നമ്മൾ കൊടുക്കണ്ട. ഈ സിമുലേഷനിൽ ഈ USB കേബിൾ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ പവർ കിട്ടും. പിന്നെ ഒരു കാര്യം, ഇത് നേരെ എടുത്ത് നമ്മൾ ICയിലേക്ക് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം ഇതൊരു മൈക്രോ കൺട്രോളറാണ്. ഇതിനെ നമ്മൾ പ്രോഗ്രാമിനും ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമും ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ആദ്യം കണക്ഷൻസ് കൊടുക്കാം. നമ്മൾ 2 വ്യത്യസ്ത സർക്യൂട്ടിൽ നിന്നും ഒരു കമ്പോണന്റിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടിന്റെയും ഗ്രൗണ്ട് തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ Arduinoയിൽ നിന്നും സിഗ്നൽ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവരുടെ ഗ്രൗണ്ട് സെയിം ആയിരിക്കണം. ഇവിടുത്തെ ഡിസ്പ്ലേയുടെ ഗ്രൗണ്ട്, ഇവിടുത്തെ ഗ്രൗണ്ട് എല്ലാം ഇവിടെ കണക്ട് ചെയ്തേക്കുന്നു. ഈ ICയുടെ 2 ഗ്രൗണ്ട് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നു. അതേപോലെ ഇനി നമ്മുടെ ഗ്രൗണ്ടും അതേപോലെ കണക്ട് ചെയ്യണം. ഓക്കെ, കണക്ട് ചെയ്തു. അതിൻ്റെ ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് കളർ ഒന്ന് മാറ്റി കൊടുക്കാം. ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ കാണുന്നതെല്ലാം ഡിജിറ്റൽ ഇൻപുട്ടാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിജിറ്റൽ ആൻഡ് PWM, പൾസ് വിഡ്ത്ത് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത്ത് ആയിട്ടുള്ള സിഗ്നൽ നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. ഡിജിറ്റൽ സിഗ്നൽസും നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 0 അല്ലെങ്കിൽ 1. പക്ഷേ ഇവിടെ നമ്മൾ 5 വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ട്, അതാണ് ഇവിടുത്തെ ഡിജിറ്റൽ ഹൈയും ലോയും. ഈ സൈഡിൽ വരുമ്പോൾ Arduino ബോർഡിൽ നമുക്ക് കാണാം അനലോഗ് ആണ്. A0 to A5 വരെ അനലോഗ് ഇൻപുട്ടുകളാണ്. പിന്നെ 5 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാം, ഇൻപുട്ട് കൊടുക്കാം. 3.3 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാം. ഇവിടെ റീസെറ്റ് ചെയ്യാൻ കൊടുക്കാം. ഇതെല്ലാം ഗ്രൗണ്ട് ആണ്. ഇത് ഇൻപുട്ട്, വീണ്ടും ഇവിടുന്ന് ഇൻപുട്ട് കൊടുക്കാൻ വേണമെങ്കിൽ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കിടക്കാം. ഇതാണ് ഇൻപുട്ട് 1. അതുകൊണ്ട് ഞാനൊരു 2 എടുക്കുന്നു. ഇൻപുട്ട് 1 കൊടുത്തു. ഇത് ഇൻപുട്ട് 4 ആണ്, ഇത് ഇൻപുട്ട് 3 ആണ്, ഇത് ഇൻപുട്ട് 2. അപ്പോൾ ഞാൻ 3 എടുത്തു. നിങ്ങൾക്ക് ഏത് പിൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പിൻ ഓർമ്മ ഉണ്ടായിരിക്കണം. പിൻ 2 കൊടുത്തു. ഇത് 3. അപ്പോൾ ഞാൻ ഇവിടുന്ന് കണക്ഷൻ എടുക്കുന്നു. ഏത് ഡിജിറ്റലും നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷെ പ്രോഗ്രാമിൽ അതേപോലെ ചേഞ്ച് ചെയ്യണം. 4ലും കണക്ട് ചെയ്തു. ഇനി ഇതൊന്ന് വൃത്തിയാക്കാം. ഓക്കെ, ഇവിടെയും ചെറുതായിട്ടൊന്ന്. ഓക്കെ, പിന്നെ ഇവിടെ ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഓക്കെ. ഓക്കെ, എല്ലാം നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ BCD കോഡ് ചെല്ലുന്നത് 2, 3, 4, 5. അതാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആദ്യം 1 വരും, പിന്നെ 2 വരും, പിന്നെ 3 വരും, അങ്ങനെ 9 വരും. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ സ്വിച്ചിൽ ഞെക്കിക്കൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ സ്വിച്ചിലൊന്നും ഞെക്കുന്നില്ല. മൈക്രോ കൺട്രോളർ തന്നെ സിഗ്നൽ താനെ കൊടുത്തോളും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാം. ഈ സൈഡിൽ കോഡ് എന്ന് പറഞ്ഞ് കാണാം. ഈ സർക്യൂട്ട് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ Arduinoയുടെ ബോർഡ് കൊടുക്കുന്ന കാര്യം മാത്രം പറയുന്നത്.
ഈ സർക്യൂട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ കഴിഞ്ഞ വീഡിയോ കാണണം. ഈ വീഡിയോയുടെ അടിയിൽ ആ ലിങ്ക് കൂടെ ഇട്ടേക്കാം. ഓക്കെ, ഇനി കോഡിലേക്ക് പോകുന്നു. ഇപ്പോൾ ബ്ലോക്കിലാണ് കിടക്കുന്നത്. പ്രോഗ്രാമിംഗ് ഒട്ടും അറിയാത്തവർക്ക് ഈ ബ്ലോക്ക് പഠിച്ചെടുത്താൽ ചെയ്യാം. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രോഗ്രാം തന്നെ ചെയ്യാൻ പഠിക്കാനാണ്. അപ്പോൾ ടെസ്റ്റ് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ബേസിക് പ്രോഗ്രാം നമുക്ക് കാണാം. ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ LED ബിൽഡിൻ, ഈ Arduino ബോർഡിൽ ഒരു LED ബിൽഡിൻ ആയിട്ട് ഒരു LED ഉണ്ട്. ആ LED ബ്ലിങ്ക് ചെയ്യുന്നത് കോഡാ കിടക്കുന്നത്. നമുക്ക് അതല്ല ആവശ്യം. നമ്മൾ ചെയ്യാൻ പോകുന്നത് BCD കോഡാണ്. അതിനാദ്യം ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് ഈ Arduino ബോർഡിന്റെ മെയിൻ പ്രോഗ്രാം. ഇതിനകത്ത് പിൻ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പിൻ ഏതാണോ അത് അവിടെ ടൈപ്പ് ചെയ്യുക. അതേപോലെ അത് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്ന് പറയണം. ഇവിടെ നമ്മൾ 4 പിന്നാണ് എടുത്തേക്കുന്നത്. 2, 3, 4, 5. അപ്പോൾ ആ 4 പിന്ന് ഔട്ട്പുട്ടുകളാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക വോയിഡ് സെറ്റപ്പിനകത്ത്. C പ്രോഗ്രാം പോലെ അത്ര ടഫ് അല്ല ഇത്. അതുകൊണ്ട് ആർക്കും ചെയ്യാം, എളുപ്പം പഠിച്ചെടുക്കാം. C പ്രോഗ്രാമായിട്ട് ഇത് കമ്പയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഔട്ട്പുട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ പിന്ന് ഔട്ട്പുട്ടാന്ന് പറഞ്ഞു, മൂന്നാമത്തെ പിന്ന് ഔട്ട്പുട്ടാന്ന് പറഞ്ഞു. ഇനി ടൈപ്പ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ കോപ്പി എടുക്കുന്നു, പേസ്റ്റ് അടിക്കുന്നു, 3ന്റെ അവിടെ 4 കൊടുക്കുന്നു. ഈ 2, 3, 4 എന്നൊക്കെ പറയുന്നത് ഡിജിറ്റൽ ആയതുകൊണ്ടാണ്, ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളാണ്. അതുകൊണ്ടാണ് നേരെ 2, 3, 4, 5 എന്ന് കൊടുക്കുന്നത്. C പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല, വേറെ രീതി കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ Arduinoയുടെ മാത്രം പ്രോഗ്രാമിംഗ് ആണ്. 2, 3, 4 ഈ 4 പിന്നുകളും 2, 3, 4, 5 ഈ 4 പിന്നുകളും ഔട്ട്പുട്ടാണെന്ന് നമ്മൾ മൈക്രോ കൺട്രോളറിനോട് പറഞ്ഞു. ഇനി നമുക്ക് എന്താ വേണമെന്ന് ആദ്യം BCD കോഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. 4 ഡിജിറ്റുകൾ കാണും. അതിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ 1 വരുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ 1 കാണിക്കും. അപ്പോൾ ആദ്യം അത് ചെയ്യാം. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, അതായത് 2 ഹൈ വന്നാൽ വാല്യൂ 1 വരും. അപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ വാല്യൂ എനിക്ക് 2 വരുത്തണം. അതിന് ഞാൻ ഡിജിറ്റൽ റൈറ്റ് ബ്രാക്കറ്റിനകത്ത് 2 വരണമെങ്കിൽ ഈ എൻ്റെ ഡിസ്പ്ലേയിൽ 2 വരണമെങ്കിൽ ഇവിടുത്തെ 2 ഓഫ് ആവണം. ഞാനിവിടെ 0ഉം 1ഉം ഈ മൈക്രോ കൺട്രോളറിൽ ഉണ്ടായിട്ടത് ഉപയോഗിക്കാഞ്ഞതിൻ്റെ കാര്യം, ഇത് നമുക്ക് മറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ട്രാൻസ്മിറ്ററും റിസീവറുമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം 2 ഹൈ ആയാൽ ഔട്ട്പുട്ട് 1. ഡിജിറ്റൽ പിന്നെ 2 ഹൈ ആയാൽ ഔട്ട്പുട്ട് 1. ഡിജിറ്റൽ പിന്നെ 2 ഓഫ് ആവുകയും, അതായത് ലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ലോ ആവുകയും അതേസമയം ഡിജിറ്റൽ റൈറ്റ് 3 ഹൈ ആവുകയും ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 2 കിട്ടും. അപ്പോൾ ആദ്യം 1 വന്നു, ഇപ്പം 2 വന്നു, ഇനി അടുത്ത 3 ഡിസ്പ്ലേയിൽ 3 വരാൻ പോവാണ്. അപ്പോൾ അതിനും ഡിലേ കൊടുക്കുന്നു 1 സെക്കൻഡ്. ഈ 1000 എന്ന് കൊടുക്കുന്നത് ഇത് മില്ലി സെക്കൻഡിലാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ 1000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിന് തുല്യം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 1, 2 ഡിസ്പ്ലേ കാണിച്ചു. ഇനി 3 ഡിസ്പ്ലേ കാണിക്കണമെങ്കിൽ ഡിജിറ്റൽ പിന്നെ 2, 3 ഹൈ ആയിരിക്കണം. ഞാൻ കോപ്പി എടുക്കുകയാണ്, നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ട. കൺട്രോൾ V. ഇവിടെ ഡിജിറ്റൽ റൈറ്റ് ഹൈ ആയിരിക്കണം, പിന്നെ 2 ഹൈ ആയിരിക്കണം, 3ഉം ഹൈ ആയിരിക്കണം. എന്നാലേ നമുക്ക് ഔട്ട്പുട്ട് 3 കിട്ടത്തുള്ളൂ. അതിനെയും കോപ്പി എടുക്കുന്നു, കോപ്പി പേസ്റ്റ് അടിക്കുന്നു. അപ്പോൾ ആദ്യം 1 ഡിസ്പ്ലേ കാണിക്കുന്നു, 2 പിന്നെ ഡിസ്പ്ലേ കാണിക്കുന്നു, 3 ഡിസ്പ്ലേ കാണിക്കുന്നു. ഇനി 4 കാണിക്കണമെങ്കിൽ ഈ ഡിജിറ്റൽ പിന്നെ 2ഉം 3ഉം ഓഫ് ആവണം.
ആക്കി 3 ലോ ആക്കുക. ലോ ആക്കി ഇനി നമ്മുടെ ഡിജിറ്റൽ പിന്ന് 4 ഓൺ ആക്കണം. എന്നാലേ നമുക്ക് ഔട്ട്പുട്ട് 4 കിട്ടത്തുള്ളൂ. നിങ്ങൾ ഈ BCD കോഡ് എന്താണെന്ന് നെറ്റിൽ അടിച്ചു നോക്കി BCD ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്താണെന്ന് പഠിച്ചെടുത്താൽ ഈ ചെയ്യുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. അതിന്റെ ലോജിക്ക് മനസ്സിലാവണമെങ്കിൽ BCD ടു ഡിജിറ്റൽ കൺവേർട്ടർ അത് നോക്കണം. ഇപ്പൊ ഔട്ട്പുട്ട് 4 വന്നു. 1 സെക്കൻഡിന് ശേഷം നമുക്ക് 5 വരണം ഔട്ട്പുട്ട്. അതിന് ഡിജിറ്റൽ പിന്നെ ഫോർവേഡ് ഓൺ ആവണം. കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ്. ആക്കി. ഇപ്പൊ ഔട്ട്പുട്ട് 5 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം 1 വന്നു, 2 വന്നു, 3 വന്നു, 4 വന്നു, 5 വന്നു. ഇനി 6 വരാൻ പോവാണ്. ഡിലേ 1000 മില്ലി സെക്കൻഡ്. കോപ്പി Ctrl V Ctrl C Ctrl V Ctrl C Ctrl V. ഇനി രണ്ടിനെ ലോ ആക്കണം. ഞാൻ വീഡിയോയുടെ അവസാനം BCD കോഡിനെ എങ്ങനെ ഡെസിമൽ 0 to 9 ഉള്ള 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുടെ ഡ്രൈവർ ആക്കി മാറ്റാം, ഡ്രൈവറിന്റെ ഔട്ട്പുട്ട് ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ലോ ഹൈ ആക്കി ഡിലേ 1 2 3 4 5 6 6ആയി. ഇനി 7 എടുക്കാൻ പോവാണ്. അതിന് ഇതിനെ 3 കോപ്പി എടുക്കുക. Ctrl C ടൈപ്പ് ചെയ്യുക. Ctrl V. ഇവരെല്ലാം ഹൈ ആവും. ഹൈ സ്മോൾ ഹൈ. ഏഴ് വന്നു. ഇനി അടുത്ത ഡിലേ 1000 സെക്കൻഡ്, സോറി 1000 മില്ലി സെക്കൻഡ്, അതായത് 1 സെക്കൻഡ്. ഇനി 8 വരാൻ വേണ്ടി, സോറി എത്രയായി, 1 2 3 4 5 6 7 8 വരുത്താൻ പോവുകയാണ്. എടുത്തു. അപ്പോൾ 8നെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ 5 ആക്കി ഹൈ ആക്കി, ബാക്കിയെല്ലാം ലോ വരണം. എല്ലാം ഓണായി കിടക്കുന്നുണ്ട്, അതിനെ ഓഫാക്കണം. ഡിസ്പ്ലേയിൽ എല്ലാം കൂടെ ഒന്നിച്ച് വരും. ഇപ്പോൾ വായിക്കാൻ ഒക്കത്തില്ല.
ലോ ലോ 8 കംപ്ലീറ്റ് ആയി. ഇനി 9. മാക്സിമം 9 വരെ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിലുള്ളൂ. ഡിലേ ഇത് കോപ്പി എടുക്കുക, അടിയിൽ ടൈപ്പ് ചെയ്യുക, ഡിലേ 1000 മില്ലി സെക്കൻഡ്, പിന്നെ ടു ഹൈ ആയിരിക്കണം, ഹൈ പിന്നെ 5 ഹൈ ആയിരിക്കണം. ഇപ്പൊ 9 ആയി. ഇനി ഒരു ഡിലേ ചെയ്യണം. 8000 ഡിലേ കൊടുക്കാൻ കാരണം ഈ നമ്പർ വന്ന ഉടനെ അത് ചേഞ്ച് ചെയ്ത് 1ലേക്ക് പോവല്ല്. നമുക്ക് ആ നമ്പർ കണ്ടതിന് ശേഷമേ 1ലേക്ക് പോകാവൂ. അതുകൊണ്ട് വീണ്ടും ഒരു ഡിലേ ഇട്ടു. ഇനി ഈ പ്രോഗ്രാമിലെ വോയിഡ് ലൂപ്പ് എന്താണെന്ന് പറയാം. വോയിഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കും. അതായത് കണ്ടിന്യൂസ്ലി ഈ വാല്യൂ റൺ ചെയ്യും. അതായത് നമ്മുടെ ഡിസ്പ്ലേയിൽ 1 2 3 4 5 6 7 8 9 1 2 3 അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് വോയിഡ് ലൂപ്പ്. വോയിഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തവണ റൺ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് പിന്നുകൾ ഏതാ, ഇൻപുട്ട് പിന്നുകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ മൈക്രോ കൺട്രോളറിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഡാണ്. അത്രയേ ഉള്ളൂ. ഇനി നമുക്കത് കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഫുൾ മിസ്റ്റേക്കുകളാണെന്നാണ് പറയുന്നത്. നോക്കട്ടെ. സി ഇവിടെ പിൻ മോഡിന് ഞാൻ ഇടയ്ക്ക് സ്പേസ് ഇട്ടേക്കുന്നു. അപ്പോൾ അതങ്ങ് ക്ലോസ് ചെയ്യുക. ഇവിടെയും സ്പേസ് ഉണ്ട്, അതും അങ്ങ് മാറ്റി. ഇനി ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടാണ് എന്തോ പ്രശ്നം വരുന്നത്. ഇവിടെ ഡിജിറ്റൽ റൈറ്റിൻ്റെ കൂടെ നമ്പർ ഡിജിറ്റൽ പിൻ ഏതാന്ന് കൊടുത്തിട്ടില്ല. 2, ഇവിടെയും 2 ആണ്. 2, അപ്പോൾ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പം ഒരു സെക്കൻഡ്, കൺട്രോൾ. ഇപ്പൊ ഇവിടെ മിസ്റ്റേക്ക് വന്നത് ഞാൻ കണ്ടുപിടിച്ചു. ഈ കാണിച്ചിരിക്കുന്ന റെഡ് കളർ കാണിച്ചിരിക്കുന്നതിലല്ല തെറ്റുള്ളത്. ഈ ഡിലേയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഒരു സെമി കോളം കിടക്കുന്ന കാണാം. അത് ഈ താഴത്തെ ഡിലേയിലൊന്നും ഇല്ല. അപ്പൊ സെമി കോളം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മിസ്റ്റേക്ക് വരും. അപ്പൊ നിങ്ങളത് സ്വന്തമായിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങും പിന്നെ ഈസിയായി ചെയ്യാം. സി പ്രോഗ്രാമൊക്കെ. ഇപ്പൊ സെമി കോളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്തോ ഒരു എറർ പറഞ്ഞ എക്സ്പെക്റ്റഡ് അൺക്വാളിഫൈഡ് ID ബിഫോർ ന്യൂമറിക് കോൺസ്റ്റന്റ്. ഇത് ഞാൻ ഇട്ട് നോക്കിയത് സി പ്രോഗ്രാം പോലെ ഇട്ട് നോക്കിയത്. മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാൻ. അതിവിടെ ആവശ്യമില്ല. ഓക്കെ, പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങി. നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാം. പ്രോഗ്രാമിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് പ്രോഗ്രാമിൽ ഒന്നും കൂടി പോയി നോക്കാം. എന്തോ ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാൻ പോസ് ചെയ്തിട്ട് നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. അപ്പൊ പ്രശ്നം ഉണ്ടായത് എന്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുക്കുവാണ്. അപ്പൊ ആദ്യമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 6 7 8 9. 9ന് ശേഷമാണ് പ്രശ്നം തുടങ്ങുന്നത്.
അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ലാസ്റ്റ് കൊടുത്തേക്കുന്ന കോഡിൽ digital write 2 high, digital write 3 low, low, high 0. നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാമിൽ ഡിജിറ്റൽ 2 മാത്രം ഹൈ ആയാൽ മതി. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്തത് ഓഫ് ചെയ്യണം. അതായത് ഡിജിറ്റൽ റൈറ്റ് 2 ഹൈ ആണ്, അതിനെ കോപ്പി എടുക്കുന്നു, കൺട്രോൾ വി അടിച്ചു, അതിനെ ലോ ആക്കുന്നു. ലോ ആക്കി. ഇനി അടുത്ത വിഷയമുള്ളത് ഡിജിറ്റൽ 5 ആണ്, അതിനെയും കോപ്പി എടുക്കുന്നു, അവിടെയും ലോ അടിച്ചു കൊടുക്കുന്നു. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു പ്രോജക്റ്റിൽ നമുക്കൊരു ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. നെക്സ്റ്റ് വീഡിയോ അല്ല, അത് കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ റെസിസ്റ്റർ ഉപയോഗിക്കാതിരുന്നപ്പോൾ എന്ത് പറ്റി എന്നൊന്ന് കാണിക്കാം. ഈ പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുകയാണ്. ആദ്യം ബൈനറി കോഡഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. BCD ടു ഡെസിമൽ കൺവേർട്ടർ. ഇങ്ങനെയാണ് നമ്മുടെ ആ CD 4511 എന്ന് പറഞ്ഞ IC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4 ഡിജിറ്റ് ഉണ്ട്, അതിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റിന് 1 വാല്യൂ കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ട് 1 വന്നു. ഇനി 1 കൊടുത്തു, ഔട്ട്പുട്ട് 2 ആയി. 1 കൊടുക്കുന്നു. ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആർഡിനോ ബോർഡിലും പ്രോഗ്രാം ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കണം. ഇനി 4 തരണം. 4 വന്നു. 2 തരണം. 5 വന്നു. ഇനി 6 തരണം. 6 വന്നു. ഇനി 7 വരണം. 7 വന്നു. ഇനി 8 വരണം. 8 വന്ന് 9 വരണം. ഇത്രയും വാല്യൂസേ നമുക്ക് വരത്തുള്ളൂ. ഞാൻ ടിങ്കർ കാർഡിൽ പോയി നിങ്ങൾക്ക് ആ സർക്യൂട്ട് ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ടിങ്കർ ദിസ്. എൻ്റെ ഈ ടിങ്കർ കാർഡ് പ്രോഗ്രാം, ഈ സിമുലേഷൻ ഞാൻ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ സ്വിച്ചുകൾ ഉപയോഗിച്ചാണ് ഓണും ഓഫും ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ പക്ഷേ 9 വോൾട്ട് നേരെ കൊടുക്കുകയായിരുന്നു. ഇവിടെ പക്ഷേ നമ്മളത് 5 വോൾട്ട് റെഗുലേറ്റർ ഉപയോഗിച്ച് ഈ 9 വോൾട്ടിനെ 5 വോൾട്ട് ആക്കിയിട്ട് നമ്മുടെ എല്ലായിടത്തും കൊടുക്കുകയാണ്. ഇനി മറ്റൊരെണ്ണത്തിൽ ചെന്ന് 9 വോൾട്ട് നേരിട്ട് കൊടുക്കുന്ന സർക്യൂട്ടിലോട്ട് ചെല്ലാം.
നമ്മൾ ഈ കോഡ് സെലക്ട് ചെയ്യുമ്പോൾ തിങ്കർ ദിസ് എന്ന് ടൈപ്പ് ക്ലിക്ക് ചെയ്താലേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 9 വോൾട്ട് നേരിട്ട് കൊടുത്തേക്കുന്ന സർക്യൂട്ടാണിത്. ഇതിൽ നിന്ന് ഞാൻ റെസിസ്റ്റർ റിമൂവ് ചെയ്യാൻ പോവാം. ഈ റെസിസ്റ്റർ റിമൂവ് ചെയ്ത് കാണിക്കാം. ഇത് അത്രയ്ക്ക് അക്യുറേറ്റ് ആണെന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റർ കൊടുത്തില്ലെങ്കിൽ, ഇതിൽ റെസിസ്റ്റർ കൊടുക്കാതെ നേരിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ അത് വർക്ക് ആകുന്ന രീതി കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതിന് കാൽക്കുലേഷൻസ് അറിയാം. സോറി, ദിസ് വയർ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ. പിന്നെ ഇവിടെയും കുറച്ച് റെസിസ്റ്റർ ഉണ്ട്. ഇതെല്ലാം 1 കിലോ ഓം റെസിസ്റ്റർ ആണ്. എന്താണ് റെസിസ്റ്റർ എന്ന് അറിയാത്തവർ കമന്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിത് നിങ്ങൾക്ക് സമയങ്ങളായിരിക്കാണ്ട് പെട്ടെന്ന് ചെയ്ത് നോക്കുക, അതാണ് വൃത്തിയില്ലാത്തത്. ഓക്കെ, ഇനി നമ്മളിത് റൺ ചെയ്യാൻ പോവാ. ബ്ലാസ്റ്റായി, നമ്മുടെ ഐസിയും ബ്ലാസ്റ്റായി, നമ്മുടെ ഡിസ്പ്ലേയും ബ്ലാസ്റ്റായി. അതിനുള്ള കാരണം എന്താണ്? റെസിസ്റ്റർ ഇല്ല, 9 വോൾട്ടാണ് കൊടുത്തത്. ഇല്ലെങ്കിൽ 5 വോൾട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.